CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും LDF കൺവീനർ EP ജയരാജനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. LDFിനുള്ളിലെ പടലപ്പിണക്കങ്ങളും വിമർശനങ്ങളുമൊക്കെ ഇതിനോടകം വലിയ ചർച്ചയായതാണ്. ഇതിനിടയിൽ CPIയിലെ പൊട്ടിത്തെറി, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൂട്ടരാജി LDFിന് ഭരണം നഷ്ടമായേക്കുമെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ CPI നേതാക്കളുടെ കൂട്ടരാജി, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 20ഓളം പ്രവർത്തകരാണ് രാജി സമർപ്പിച്ചത്. കൂടാതെ 2 കൗൺസിലർമാർ നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ടെന്നാണ് വിവരം. 2 കൗൺസിലർമാരും സ്ഥാനം രാജിവെക്കുന്നതിനായി പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ BJPക്ക് 21 സീറ്റും LDFിന് 22 സീറ്റും കോൺഗ്രസിന് 1 സീറ്റുമാണ് നഗരസഭയിൽ. ഈ സാഹചര്യത്തിൽ CPI കൗൺസിലർമാരുടെ രാജി നഗരസഭയിലെ ഭരണം തന്നെ LDFിന് നഷ്ടപ്പെടുത്തിയേക്കും. അങ്ങനെയെങ്കിൽ LDFിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതോടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണം BJPക്കാകും. മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് CPI നേതാക്കൾ കൂട്ടരാജിയിലേക്ക് നീങ്ങിയത്. പ്രശ്നപരിഹാരത്തിന് ജില്ലാ നേതൃത്വം ഇടപെട്ടെങ്കിലും നേതാക്കൾ രാജിവെക്കുകയായിരുന്നു. മണ്ഡലം കമ്മിറ്റി യോഗത്തിലെ വാക്കേറ്റം കയ്യാങ്കളി വരെയായ സാഹചര്യത്തിലാണ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഇതിനെതിരെയാണ് നേതാക്കൾ പ്രതിഷേധിച്ചത്. ഏതായാലും LDFിനുള്ളിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കൺവീനർക്കും CPMലെയും CPIയിലെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സെക്രട്ടറിമാർക്കും കഴിയുന്നുണ്ടോ എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത്, വിമർശിക്കുന്നത്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ ആഡംബരവും ധൂർത്തും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ യാത്രയും സ്പീക്കറുടെ വിദേശയാത്രയും ഒക്കെ നേരത്തെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. ഇപ്പോൾ ട്രെഡ്മില്ല്, ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ, ലക്ഷങ്ങൾ ചിലവിട്ട് വസതിയിൽ അത്യാധുനിക ജിം ഒരുക്കാൻ സ്പീക്കർ എന്ന വാർത്തയുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ ഔദ്യോഗിക വസതിയിൽ അത്യാധുനിക ഉപകരണങ്ങളോടെ ജിം ഒരുക്കുന്നു. ഫിറ്റ്നസ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി നിയമസഭാ സെക്രട്ടറി ടെൻഡർ ക്ഷണിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ആവശ്യമായ ഉപകരണങ്ങളുടെ വിവരങ്ങൾക്കൊപ്പം കുറഞ്ഞത് 3 വർഷമെങ്കിലും വാറന്റിയും വേണമെന്ന് ടെൻഡറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ വസതിയിൽ നിലവിൽ ജിം ഇല്ല. ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാനാണ് ടെൻഡർ. ട്രെഡ്മില്ല്, ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ, കുമസിൽ ക്രോസ് ട്രെയിനർ മെഷീൻ എന്നിവയാണ് വാങ്ങുന്നത്. ട്രെഡ്മിൽ 5 HPക്ക് മുകളിലുള്ളതായിരിക്കണം. സമയം, ദൂരം, കലോറി, പവർ, ഹാർട്ട് റേറ്റ് അടക്കമുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന LED സ്ക്രീൻ ഉണ്ടായിരിക്കണം. ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഭാരപരിധി 180 കിലോയ്ക്ക് മുകളിലായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്ത വന്നതിന് പിന്നാലെയും നിരവധി പേരാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.